പ്രിയപ്പെട്ട സഖാക്കളെ, നിർഭയനായ കമ്മ്യൂണിസ്റ്റ് സഖാവ് സൈമൺ ബ്രിട്ടോ 2018 ഒരു പുതുവത്സര തലേന്നാണ് തൻ്റെ പോരാട്ട ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മോട് വിട പറഞ്ഞത്. സഖാവ് സൈമൺ ബ്രിട്ടോയെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം അത് അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സഖാവ് ബ്രിട്ടോ 3.5 പതിറ്റാണ്ട് കസേരയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും അറിയേണ്ട അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി കൂടുതൽ സംസാരിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. എന്നാൽ അടിയന്തരമായി ഡിസംബറിൽ കുറച്ച് തിരക്ക് വന്നു പെട്ടതിനാൽ അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സഖാവ് ബ്രിട്ടോയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അനുസ്മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഖാക്കളെ, മോചന പോരാട്ടത്തിലെ പങ്കാളിത്തം അത് സ്വന്തം രക്തം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നവരാണ് കാലദേശങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം എക്കാലവും ഓർമ്മിക്കപ്പെടുന്നത്. അതോടൊപ്പം മരണത്തിൻ്റെ ഭീമാകാരങ്ങളായ കൈകളിൽ സ്വയം അകപ്പെടുമ്പോഴും മറ്റുള്ളവർക്ക് ജീവിതത്തിൻ്റെ വഴി തുറന്നു കൊടുത്തവരും അതിനായി പരിശ്രമിച്ചവരും നമുക്ക് നിരവധിയാണ്. കാലദൗത്യം ഏറ്റെടുത്ത അത്തരം പൂർണ്ണ മനുഷ്യർ അവർ നിരന്തരം നടത്തുന്ന ഒത്തുതീർപ്പില്ലാത്ത സമരത്തിൽ ഒഴുകി വീണ ചോര കൊണ്ടാണ് യഥാർത്ഥത്തിൽ ചരിത്രം രചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഖാവ് സൈമൺ ബ്രിട്ടോ കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ വിദ്യാർത്ഥി സമൂഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത പോരാളിയും ഒരു ചരിത്ര പുരുഷനും കൂടിയാണ്. ആ ചരിത്ര പുരുഷൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഖാക്കളെയും ആദ്യമായി ഇടനെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യും. ചിതയിൽ നിന്നും പതുക്കെ ചിറക് വിരിച്ച് പറന്ന ഫീനിക്സ് പക്ഷി എന്നാണ് ബ്രിട്ടോയെക്കുറിച്ച് കവി കുരിപ്പുഴ ശ്രീകുമാർ എഴുതിയിട്ടുള്ളത്. അത് വളരെ ശരിയാണെന്നാണ് ബ്രിട്ടോ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. ഹൃദയപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൈപിടിച്ച് വളർന്ന സഖാവ് ബ്രിട്ടോ തൻ്റെ ശാരീരിക അവശതകളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുകയും അതിലൂടെ തൻ്റെ വിപ്ലവ വീര്യം കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. സഖാവ് M.M. ലോറൻസ് സൂചിപ്പിച്ചതുപോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് തുല്യമായ മാനസിക ബലം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയുടെ പേര് കൂടിയാണ് സൈമൺ ബ്രിട്ടോ എന്നുള്ളത്. ശരീരത്തിൻ്റെ 80% തളർന്ന് വീൽ ചെയറിൽ അമർന്നുപോയ സഖാവ് ബ്രിട്ടോ 18,000 കിലോമീറ്റർ താണ്ടി അദ്ദേഹം നടത്തിയ ഭാരത പര്യടനം യാത്രാനുഭവങ്ങളുടെ ഇതിഹാസമായി മാറേണ്ട ഒന്ന് തന്നെയാണെന്ന് ഇവിടെ ആദ്യമേ സൂചിപ്പിക്കട്ടെ. നിരാശ തീണ്ടാത്ത ജീവിതം, പ്രതിസന്ധികൾക്ക് തളർത്താനാവാത്ത ഇച്ഛാശക്തി, കൊലക്കത്തി കുത്തിയിറക്കിയവരുടെ മുന്നിൽ മനോബലം കൊണ്ടൊരു ഇതിഹാസം. ലോകമെങ്ങും ഒരു പുതുവർഷത്തെ കാത്തിരിക്കുമ്പോൾ ഒരു ഡിസംബർ 31 ആ രക്തതാരകം നമ്മളിൽ നിന്ന് വിട്ടുപോയത്. നേരത്തെ ഇവിടെ ബാലൻ സഖാവ് സൂചിപ്പിച്ചതുപോലെ ആംഗ്ലോ ഇന്ത്യൻ കുടുംബമായ നിക്കോളാസ് ഇറിൻ ദമ്പതികളുടെ മകനായി എറണാകുളം നഗരത്തിനടുത്തുള്ള പൂഞ്ഞിക്കര എന്ന സ്ഥലത്താണ് ബ്രിട്ടോയുടെ ജനനം. പച്ചാളം സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ, എറണാകുളം സെൻറ്റ് ആർട്സ് കോളേജ്, ബീഹാറിലെ മിഥില യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായാണ് അദ്ദേഹം പഠനം നടത്തിയത്. ജീവിതസഖി സഖാവ് സീന ഭാസ്കർ, മകൾ നിലാവ്. സാന്ദർഭികമായി പറയട്ടെ, ബ്രിട്ടോയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സീന ഭാസ്കർ നമ്മുടെ കൂട്ടായ്മയിൽ വന്നത് സഖാക്ക് ഓർമ്മ കാണുമെന്ന് കരുതുന്നു. SFI സ്റ്റേറ്റ് പ്രസിഡന്റ്, കേരള ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രതിനിധി, കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് കൗൺസിൽ സെക്രട്ടറി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം, മുൻ നിയമസഭാ അംഗം എന്നീ നിലയിലും അബുദാബി ശക്തി അവാർഡ്, പാട്യം ഗോപാലൻ അവാർഡ്, NC ശേഖർ പുരസ്കാരം, TN കുമാരൻ പുരസ്കാരം, അക്ഷരദീപം, ഭൂമിമിത്ര എന്നീ അവാർഡുകൾ ബ്രിട്ടോയെ തേടിയെത്തിയിട്ടുണ്ട്. നല്ലൊരു എഴുത്തുകാരൻ കൂടിയായ ബ്രിട്ടോ അദ്ദേഹത്തിൻ്റെ അഗ്രഗാമി, മഹാരൗദ്രം, നകുലിൻ്റെ നോട്ടുപുസ്തകം, ചന്ദ്രൻ്റെ മാളിക, മഞ്ഞു പെയ്യുന്ന ചരിത്രാംഗം എന്നീ 5 നോവലുകളുടെ രചയിതാവ് കൂടിയാണ്. ബ്രിട്ടോയുടെ ജനനം പൂഞ്ഞിക്കരയിലായിരുന്നുവെങ്കിലും പിന്നീട് വടുതലയിലേക്ക് ആ കുടുംബം മാറി താമസിക്കുകയും
പിന്നീടുള്ള തൻ്റെ പ്രവർത്തനം വടുതല കേന്ദ്രീകരിച്ചുമായിരുന്നു. സഖാവ് എം ലോറൻസ് ബ്രിട്ടോയെക്കുറിച്ച് എഴുതിയതിൽ അദ്ദേഹം ഒരു ഓർമ്മ പങ്കുവെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അരിക്ക് വലിയ ക്ഷാമമുണ്ടായിരുന്ന കാലത്ത് അതിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പോഞ്ഞിക്കരയിൽ നിന്നും മുളവുകാട്ടേക്ക് ഒരു പ്രകടനം നടക്കുകയുണ്ടായി. എം ലോറൻസ് ആണ് പ്രകടനം നയിക്കുന്നത്. കമ്മ്യൂണിസം നിരീശ്വരവാദമാണെന്നും ദൈവ നിഷേധികളാണെന്നും മറ്റും പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. പ്രകടനം സമാപിച്ച് എം ലോറൻസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ വളരെ ഉച്ചത്തിൽ കൂവാൻ തുടങ്ങി. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ ലോറൻസ് തൻ്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയി. ലോറൻസിൻ്റെ പ്രസംഗം തടയാൻ എന്ത് ചെയ്തിട്ടും ലോറൻസ് പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു സ്ത്രീ മണലും ചവറും ഒരു കൊട്ടയിൽ നിറച്ചുകൊണ്ട് ലോറൻസിൻ്റെ തലയിലൂടെ താഴേക്ക് കമിഴ്ത്തുണ്ടായി. ആ സ്ത്രീയുടെ പേരാണ് ഇറിൻ റോഡ്രിക്സ്, അതായത് സൈമൺ ബ്രിട്ടോയുടെ മമ്മി. ഈ സംഭവം ഇവിടെ സൂചിപ്പിച്ചത് ആദ്യകാലത്ത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുടുംബമായിരുന്നു ബ്രിട്ടോയുടേത്. നമുക്കറിയാവുന്നതാണ്, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലുള്ള കുട്ടികൾ പൊതുവെ ഇടത് രാഷ്ട്രീയത്തിലേക്ക് അപൂർവമായേ കടന്നു വരാറുള്ളൂ എന്നത്. ബ്രിട്ടോയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തനി യാഥാസ്ഥിക കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികൾ SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ അക്കാലത്ത് മടിച്ചിരുന്നു. അതിൽ നിന്ന് വിപരീതമായി നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി തൻ്റെ ശരിയായ പാത ഇതാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് സൈമൺ ബ്രിട്ടോ. 100% ആത്മാർത്ഥതയായിരുന്നു ബ്രിട്ടോ എന്ന വ്യക്തിത്വത്തിന്റെ കാതലെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സഖാക്കളും വിലത്തിയായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നേതാവൊന്നും അല്ലാതിരുന്ന കാലത്തും എഴുത്തുകാരുമായി ഗാഢബന്ധം പുലർത്തിയിരുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് സൈമൺ ബ്രിട്ടോ എന്നുള്ളത്. നമുക്കറിയാം, വ്യക്തിപരമായി എന്തെങ്കിലും ആഗ്രഹിച്ചില്ല ബ്രിട്ടോ അടക്കമുള്ള നമ്മുടെ നേതാക്കൾ പൊതുരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വന്നവരിൽ പലർക്കും സ്വന്തം ജീവനും മറ്റു ചിലർക്ക് സ്വന്തം ജീവിതവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നിർഭയമായി പ്രവർത്തിക്കാനുള്ള മനസ്സും ശരീരവും അവർക്കുണ്ടായിരുന്നു. അത്തരത്തിൽ ശരീരം പാതി ചതഞ്ഞ എന്നാൽ മനസ്സിന് ഒരു ചതവും ഏൽക്കാത്ത ഒരാൾ കൂടിയാണ് സഖാവ് സൈമൺ ബ്രിട്ടോ. കേരളത്തിലെ ക്യാമ്പസ് ജീവിതത്തിന് ലഭിച്ച ഏറ്റവും മികച്ച പാഠപുസ്തകങ്ങളിൽ ഒന്നാണ് ബ്രിട്ടോ. ഒരു നേതാവ് എങ്ങനെ കലാലയ രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്നതിന് ഒരു മാതൃക കൂടിയാണ് സൈമൺ ബ്രിട്ടോ എന്ന സഖാവ്. പ്രിയപ്പെട്ടവരെ, എതിരാളികൾ കുത്തിവീഴ്ത്തിയത് ബ്രിട്ടോ അദ്ദേഹം ഒരു അക്രമി ആയതുകൊണ്ടാണോ? അല്ല. സംഘർഷത്തിന് ഇടയിലേക്ക് സമാധാനത്തിന്റെ മനുഷ്യരൂപമായാണ് ബ്രിട്ടോ കടന്നു വന്നത്. എന്നാൽ കോൺഗ്രസിന്റെ അക്രമി സംഘം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു സഖാവ് സൈമൺ ബ്രിട്ടോ. അരയ്ക്ക് താഴെ തളർന്ന് ശരീരത്തോട് യുദ്ധം ചെയ്ത് വിവാഹിതനും പിതാവും MLA-യും എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെ അദ്ദേഹം മാറുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം തൻ്റെ അവശതയെ മറികടന്നു. എന്തിന്? ചക്രക്കസയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. ആ കത്തിമുന തനിക്ക് നിഷേധിച്ചതെല്ലാം അനിതര സാധാരണമായ ഇച്ഛാശക്തിയിലൂടെ സ്വന്തമാക്കുകയായിരുന്നു സഖാവ് ബ്രിട്ടോ. ആൾക്കൂട്ടങ്ങളെയും ആൽമരങ്ങളെയും സ്നേഹിച്ചവനായിരുന്നു ബ്രിട്ടോ എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിക്കേണ്ടായി. അതോടൊപ്പം സ്വകാര്യ അജണ്ടകളില്ലാത്ത മഹത്തായ മാനവനിർമ്മിതി സ്വപ്നം കണ്ട ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് ബ്രിട്ടോ എന്നുള്ളത്. ലിംഗനീതിക്കും സ്ത്രീ സമത്വത്തിനും വേണ്ടി പോരാടിയ വിപ്ലവകാരി. തനിക്ക് ലഭിച്ച MLA പദവി പരിസ്ഥിതി സംരക്ഷണത്തിനും സ്ത്രീ സമത്വത്തിനും വേണ്ടി എങ്ങനെ ഉപയോഗിക്കപ്പെടുത്താമെന്നാണ് അദ്ദേഹം ചിന്തിച്ചതും പ്രവർത്തിച്ചതും എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നവീകരിച്ച എറണാകുളം ബോട്ട് ചെട്ടിയിൽ 25ഓളം ആൽമരങ്ങളാണ് അക്കാലത്ത് അദ്ദേഹം വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത്. ആൽമരങ്ങളോട് അദ്ദേഹത്തിന് പ്രണയമുണ്ടാകാനുള്ള കാരണം ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അവ ഓക്സിജൻ സംഭരണികളായതുകൊണ്ടാണ് എന്നാണ് ബ്രിട്ടോ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ യാത്ര ബ്രിട്ടോയുടെ വലിയ ഹരങ്ങളിൽ ഒന്നായിരുന്നു. ബോംബെ നഗരത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ സഹായിച്ചത് സഖാവ് സീതാറാം യെച്ചൂരിയാണ്. അതിന്റെ ഫലമായി ബോംബെ അധോലോകത്തെക്കുറിച്ച് ബ്രിട്ടോ എഴുതിയ നോവലാണ് മഹാരൗദ്രം എന്ന നോവല്. പിന്നീട് നടത്തിയ ബംഗാൾ യാത്രയിൽ ബ്രിട്ടോ ഒരു നോവലിന് പശ്ചാത്തലമൊരുക്കുണ്ടായി. അതിന്റെ പ്രമേയം ഏറെ വ്യത്യസ്തമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ബംഗാളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അന്വേഷണമായിരുന്നു ആ നോവലിന്റെ പ്രമേയം. അതിനുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നോവൽ ബ്രിട്ടോയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഒരു പക്ഷേ അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ ബംഗാളിനെ കുറിച്ചുള്ള കുറെ രാഷ്ട്രീയ സംശയങ്ങൾ നമുക്ക് മാറിക്കിട്ടുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
സൈമൺ ബ്രിട്ടോയെ കുറിച്ച് സംസാരിച്ചു പോകുമ്പോൾ നിരവധി കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. അതിൻ്റെ പല വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കേരള നിയമസഭയിലെ അംഗമായിരുന്നവരിൽ മരണാനന്തരം സ്വന്തം ശരീരം വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാക്കി മാറ്റിയവരിൽ ഏക വ്യക്തി കൂടിയാണ് സൈമൺ ബ്രിട്ടോ. 12ാമത് നിയമസഭയിലാണ് ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ബ്രിട്ടോ നിയമസഭയിൽ അംഗമായത്. അക്കാലത്ത് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ബില്ല് അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിയമസഭയ്ക്ക് പുറത്ത് അക്കാലത്ത് വലിയ ചർച്ചകൾ രൂപപ്പെട്ടു വന്നിട്ടുള്ള ബില്ലിനെ കുറിച്ച്. ബ്രിട്ടോ അവതരിപ്പിച്ച ബില്ലിന്റെ പേരാണ് മതനിരപേക്ഷ മൃതദേഹ സംസ്കരണ സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ എന്നായിരുന്നു ആ ബില്ലിന്റെ പേര്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പുരോഗമനവാദികളായ പലരും സ്വന്തം മൃതശരീരം പഠിക്കാനായി നൽകണമെന്ന ആഗ്രഹമുള്ളവരാണ്. അതുപോലെ തന്നെ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി സംസ്കരിക്കണം എന്ന ആഗ്രഹമുള്ളവരും നമുക്കിടയിൽ ധാരാളമുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നേരെ വിപരീതമാണ് സംഭവിക്കാറ്. ഉദാഹരണമായി നമുക്ക് എം ലോറൻസിന്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കാം. അവസാനം അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായി കോടതി തന്നെ ഒടുവിൽ ഇടപെടേണ്ടി വന്നു. മരണ വീട്ടിലുണ്ടാകുന്ന ചില അഭിപ്രായങ്ങൾ കൊണ്ട് മരിച്ചയാളുടെ അഭിപ്രായം കൊല്ലപ്പെടുന്ന ഒരു സവിശേഷതയായിട്ട് നമുക്കിതിനെ സാധിക്കുകയുള്ളൂ. ഇതിനൊരു പരിഹാരമായിരുന്നു ബ്രിട്ടോ അവതരിപ്പിച്ച ബിൽ, മതനിരപേക്ഷ മൃതദേഹ സംസ്കരണ സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ എന്ന ബിൽ. അതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ അന്ധവിശ്വാസം നിറഞ്ഞതും അതുപോലെ പണച്ചിലവ് ഏറിയതുമായ സംസ്കാര രീതികളെ ഒഴിവാക്കാനും ഒരു പൗരന് മതാതീത മാനവികതയോടെ സ്വന്തം ശരീരം സംസ്കരിക്കപ്പെടാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ കൂടിയായിരുന്നു ബ്രിട്ടോ അവതരിപ്പിച്ച ആ ബില്ലിന്റെ ഉദ്ദേശം. വിപ്ലവകാരികൾക്കുള്ള ഏത് വിശേഷണവും ചേരുന്ന അസാധാരണവും അജയ്യവുമായ ഇച്ഛാശക്തിയുടെ പേരായി ബ്രിട്ടോയെ പലരും വിശേഷിപ്പിച്ചതായിട്ട് നമുക്കറിയാം. എന്താണ് വിപ്ലവകാരികളെ രൂപപ്പെടുത്തുന്ന വ്യക്തിത്വം? അത് അനീതികളോട് ഏറ്റുമുട്ടാനുള്ള ആവേശമായ ഉൾപ്രേരണ, ചോദ്യം ചെയ്യാനുള്ള മാനസിക ബലം, ധീരത, അതുപോലെ കൃത്യമായ സമയനിഷ്ഠ, സമൂഹത്തിന് വേണ്ടി ആത്മത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത, പ്രസ്ഥാനത്തോടും അടിസ്ഥാന ജനവിഭാഗങ്ങളോടുമുള്ള അചഞ്ചലമായ കൂറ്, ഏത് പ്രയാസകരമായ സാഹചര്യത്തിലും ദൗത്യം നിറവേറ്റാനുള്ള ഇച്ഛാശക്തി, അസാമാന്യമായ സംഘടനാ വൈഭവം, അതായത് സംഘാടനം, ഇതെല്ലാം കൂടിച്ചേർന്നാലേ ഒരു വിപ്ലവകാരിയുടെ വ്യക്തിത്വം രൂപപ്പെടുകയുള്ളൂ. ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു മാതൃകാ പുരുഷൻ കൂടിയാണ് സഖാവ് സൈമൺ ബ്രിട്ടോ. നട്ടല് തളർന്ന് അരയ്ക്ക് താഴെ അസഹനീയമായ വേദന സഹിച്ചുകൊണ്ട് 3.5 ദശകം ജീവിച്ച ബ്രിട്ടോ വിപ്ലവകരമായ ആ ജീവിതത്തിന്റെ കനലുകൾ അത് കെടാതെ അന്ത്യം വരെ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതും മറ്റൊരു സവിശേഷതയാണ്. നമുക്കറിയാവുന്നതാണ്, ബ്രിട്ടോയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ശത്രുക്കൾ പലവട്ടം തോറ്റിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന വാക്കിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചതും പ്രവർത്തിച്ചതും. സ്വയം നിർമ്മിത മനുഷ്യനായി മരണക്കിടക്കയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിന്റെ പേരിനോട് നമുക്ക് കൂട്ടി വായിക്കപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കിടക്കയിൽ നിന്ന് നിവരാനാവാത്ത നേരത്തും വിവിധ സംസ്ഥാന ദേശീയ വിദ്യാർത്ഥി സമ്മേളനങ്ങൾക്ക് അദ്ദേഹം അയച്ച സന്ദേശ കത്തുകൾ SFI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കരുത്തും ആവേശവും നൽകിക്കൊണ്ടാണ് കടന്നുപോയിട്ടുള്ളത്. അത്തരം കത്തുകളൊക്കെ തന്നെ പ്രസ്ഥാനത്തിനകത്ത് അസ്വസ്ഥകളുമായി കഴിഞ്ഞ ഒരു വിഭാഗം പ്രവർത്തകർക്ക് പൂർവാധികം ശക്തിയോടെ തുടരാനുള്ള ആവേശമായി മാറി എന്നാണ് ബ്രിട്ടോയുടെ രാഷ്ട്രീയ ചരിത്രം നമ്മോട് സൂചിപ്പിക്കുന്നത്. അതുപോലെ സാഹിത്യശോഭയും ആത്മസൗന്ദര്യവും ഒരു വിപ്ലവകാരിയുടെ മനോബലവും വിഴിഞ്ഞൊഴുകുന്ന ആ കത്തുകളൊക്കെയും ഒരു പുസ്തകമാക്കിയിരുന്നുവെങ്കിൽ അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. സൈമൺ ബ്രിട്ടോയ്ക്ക് തൃശ്ശൂര് അത് ആത്മാവിന്റെ അയൽപ്പക്കമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടോയുടെ നിരവധി സുഹൃത്തുക്കൾ തൃശ്ശൂരിലുണ്ട്. തൃശ്ശൂർ രംഗചേതനയ്ക്ക് വേണ്ടി ബ്രിട്ടോ നാടകം എഴുതി. ബ്രിട്ടോ മരിക്കുന്നതിന് അന്ന് രാവിലെയാണ് ആ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് സംവിധായകനെ ഏൽപ്പിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. മഹാരാജാസ് അഭിമന്യു ജീവിതക്കുറിപ്പുകൾ എന്ന പുസ്തകമാണ് ബ്രിട്ടോ അവസാനമായി എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ സൈമൺ ബ്രിട്ടോ എങ്ങനെ SFI ആയെന്നും അഭിമന്യുവിന്റെ വട്ടവടയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ബ്രിട്ടോ എഴുതി. അദ്ദേഹം എഴുതിയ നോക്കൂ: ഞാൻ ജനിച്ചു വീണത് പള്ളിമണികളുടെയും ക്രിസ്തീയ വേദ പഠനത്തിന്റെയും അന്തരീക്ഷത്തിലാണ്. തുല്യതയും വേദനവും ക്രിസ്ത്യാനിയുടെ മാത്രമേ സാധ്യമാവൂ എന്ന് ഞാൻ ചെറുപ്പത്തിൽ കരുതി. അതുപോലെ മറ്റ് മതങ്ങളെല്ലാം സാത്താന്റെ സൃഷ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചു. ഇത്തരം ജാതി മത വർഗീയ ചിന്തകളെ ബോധമണ്ഡലത്തിൽ നിന്ന് അകറ്റിയത് ക്യാമ്പസ് രാഷ്ട്രീയമാണെന്നാണ് ബ്രിട്ടോ ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അഗ്രഗാമി, മഹാരൗദ്രം തുടങ്ങിയ നോവലുകൾക്ക് പിന്നാലെ
മാഗ്നം ഓപ്പസ് എന്ന നോവൽ കൂടി എഴുതാതെയാണ് ബ്രിട്ടോ വിടവാങ്ങിയത്. നമുക്കറിയാം, നോവൽ രചന ശ്രമകരമായ സർഗക്രിയ കൂടിയാണ്. അതോടൊപ്പം താൻ ജീവിക്കുന്ന കാലഘട്ടത്തെ നോവലിലൂടെ ആവിഷ്കരിക്കുക എന്നത് സർഗാത്മകത ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനം കൂടിയാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ, തൻ്റെ കടുത്ത ശാരീരിക വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ബ്രിട്ടോ അത്തരം ദൗത്യങ്ങൾ നിറവേറ്റിയിട്ടുള്ളത് എന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെറിയ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എഴുത്തിന് വേണ്ട വിഭവങ്ങൾ ശേഖരിക്കാൻ അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിക്കുക, ചരിത്രം പഠിക്കുക, അത് പഠിച്ച് മനസ്സിലാക്കി ആവിഷ്കരിക്കുക, ഇതുകൊണ്ടൊക്കെ തന്നെ ബ്രിട്ടോ എന്ന മനുഷ്യനെ കൂടുതൽ അറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മലയാള സാഹിത്യത്തിൽ ശ്രദ്ധിക്കപ്പെട്ട 5 കൃതികൾ, അത് ചെറിയ കാര്യമല്ല. അത് മഹത്തരമാണോ എന്നൊക്കെ അത് വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അത് അവഗണിക്കേണ്ട ഒന്നില്ലെന്ന് കൂടി നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുക കൂടി വേണം എന്നാണ് ഈ ഓർമ്മദിനത്തിൽ, അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മദിനത്തിൽ നമുക്ക് സൂചിപ്പിച്ചു പോകാനുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളെയും സാമൂഹ്യ ജീവിതത്തെയും മാലിന്യങ്ങൾ കൊണ്ട് മൂടിയ KSU ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണെന്ന് അഹങ്കരിച്ച കാലത്താണ് പുതിയ ജീവിത അവബോധം ഉയർത്തിക്കൊണ്ട് ശുഭ്രപതാകകൾ ഏന്തിയവർ വിദ്യാർത്ഥി മനസ്സുകളിൽ പറിച്ചു മാറ്റാനാത്ത വിധം കുടിയേറിപ്പാർത്തത്. കുപ്രസിദ്ധമായ വിമോചന സമരത്തിന്റെ ഓടവെള്ളത്തിൽ പെറ്റുവീണ് ജാതിമത ശക്തികളുടെ പരിലാളന ഏറ്റുകൊണ്ട് കുത്തക പത്രങ്ങൾ പാലൂട്ടി വളർത്തിയെടുത്ത വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ KSU എന്ന മന്ദബുദ്ധികൾ, അവർ ആശയങ്ങൾ അന്യം നിന്നപ്പോൾ ആശ്രയിച്ചത് കഠാര രാഷ്ട്രീയത്തെയാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ അഷ്റഫ് മുതൽ തുടങ്ങിയതാണ് ആ കൊലയുടെ ചിഹ്നം വിളികൾ. മണ്ണാർക്കാട്ട് MES കോളേജിലെ മുഹമ്മദ് മുസ്തഫ ശബ്ദിക്കാനും ചിന്തിക്കാനുമുള്ള മൗലിക അവകാശത്തിന് നേരെ വെടിയുണ്ടകൾ ചീറുകയും ലാത്തികൾ ഉയർന്നു താഴുകയും ചെയ്തു. ആ അടിയന്തരാവസ്ഥയുടെ ഭീകരതയ്ക്കെതിരെയാണ് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷിയായത്. ആ ധീരൻ ലോക്കപ്പിൽ വെച്ച് പറഞ്ഞത് അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ ഭേദം മരണത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്നാണ്. അങ്ങനെ എത്ര യുവത്വങ്ങളെയാണ് കഠാര രാഷ്ട്രീയം കൊണ്ട് കൊല വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിലെ സകലവിധ ജീർണതകളുടെ പര്യായമായി KSU മാറിയപ്പോൾ ലോകത്തെ ഇളക്കിമറിച്ച പല മുന്നേറ്റങ്ങളുടെയും പ്രതിധ്വനികൾ ക്യാമ്പസുകളിൽ എത്തിച്ചത് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. 1969 തൻ്റെ 15-ാം വയസ്സിൽ പച്ചാളം സെന്റ് ജോസഫ് സ്കൂളിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പതാക ഏന്തിക്കൊണ്ടാണ് സൈമൺ ബ്രിട്ടോ എന്ന കമ്മ്യൂണിസ്റ്റ് സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് പടിപടിയായി SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ ബ്രിട്ടോ ചുമതലയേൽക്കുകയുണ്ടായി. സഖാവ് ബ്രിട്ടോയ്ക്ക് കുത്തേറ്റത് 1983 ഒക്ടോബർ 14 ഒരു വെള്ളിയാഴ്ചയാണ്. അക്കാലത്ത് ബ്രിട്ടോ SFI സംസ്ഥാന നേതാവും അതുപോലെ ലോ കോളേജ് വിദ്യാർത്ഥിയുമായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന ഒരു സമയം കൂടിയാണത്. സംഘർഷത്തെ തുടർന്ന് ഏതാനും വിദ്യാർത്ഥികൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരെ സന്ദർശിക്കാൻ പോയപ്പോഴാണ് സൈമൺ ബ്രിട്ടോയെ KSUവിൻ്റെ അക്രമകാരികൾ മൃഗീയമായി കടന്നാക്രമിച്ചത്. മാരകമായി പരിക്കേറ്റ സഖാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് പോലും ഒരു ശ്രമവും നടത്തിയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഖാവ് ബ്രിട്ടോയെ 3 പേർ കൂടി കുനിച്ചു നിർത്തി മറ്റൊരു KSU ക്രിമിനൽ സഖാവിന്റെ മുതുകിലേക്ക് കത്തി കുത്തിയിറക്കി. ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ബ്രിട്ടോയെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നടത്തിയ വിദഗ്ധമായ പരിശോധനയിൽ സഖാവിന്റെ സുഷ്മന നാടി മുറിഞ്ഞ് പോയതായി ഡോക്ടർമാർ കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, ദീർഘകാലത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ മലവും മൂത്രവും തനിയെ പോകുന്ന സ്ഥിതിയായിരുന്നു സഖാവിൻ്റേത്. ബ്രിട്ടോയെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതോടൊപ്പം അമ്മയും അതോടൊപ്പം നമ്മുടെ സഖാക്കളും ബ്രിട്ടോയെ പരിചരിക്കുകയുണ്ടായി. ഡോക്ടർമാരുടെ കണക്കുകൾ തെറ്റിച്ചുകൊണ്ടാണ് സൈമൺ ബ്രിട്ടോ എന്ന ധീരൻ തൻ്റെ ജീവിതവും തിരിച്ചു പിടിച്ചത്. ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ ആ വൈദ്യശാസ്ത്രത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. KSU ആക്രമിപ്പടയുടെ കുത്തേറ്റ ബ്രിട്ടോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് പ്രധാന കാരണം അത് അദ്ദേഹത്തിൻ്റെ മനോബലം തന്നെയാണ്. ഉശിരനായ SFI നേതാവിനെ വകവരുത്തി ക്യാമ്പസിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള KSUവിൻ്റെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടി കൂടിയായിരുന്നു ബ്രിട്ടോയുടെ മടങ്ങിവരവ്. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ശത്രുവിനെ ഞാൻ മരിച്ചു കാണണമായിരുന്നു, അതിനെ പരാജയപ്പെടുത്തിയ ജീവിതമാണ് എൻ്റെ സമരം എന്നാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ സൂചിപ്പിച്ചത്. സഖാവ് സൈമൺ ബ്രിട്ടോ തൻ്റെ ജീവിതം അനശ്വരമാക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ശരീരത്തിന് 80% വൈകല്യമുണ്ടെന്നല്ല, 20% ശേഷിയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ശുഭാപ്തി വിശ്വാസം വിപ്ലവകാരികൾക്ക് ആവശ്യം വേണ്ട യോഗ്യതയാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാളുടെ പേര് കൂടിയാണ് സൈമൺ ബ്രിട്ടോ എന്നത്. ശരീരം എത്താത്തിടത്ത് മനസ്സുകൊണ്ട് അദ്ദേഹം പറന്നെത്തി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സമര പോരാട്ടത്തിൽ.
നമുക്കറിയാം, ഒരു മനുഷ്യനെ തോൽക്കാൻ 100 കാരണങ്ങൾ ഉണ്ടാകും, എന്നാൽ ജീവിച്ചിരിക്കാൻ ഒറ്റ കാരണം മതി. അത് തന്നിലും ലോകത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ്. ബ്രിട്ടോ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞത് നോക്കൂ: ആകപ്പാടെ എനിക്ക് കിട്ടിയ ഒരേയൊരു ജീവിതം, അത് തളരാൻ ഉള്ളതല്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ എഴുന്നേറ്റത് എന്നാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത്, മരണം എന്താണെന്ന് ഞാൻ കണ്ടു, അതിൻ്റെ തണുപ്പ് ഞാൻ അറിഞ്ഞു, അപ്പോൾ എനിക്ക് ജീവിക്കണമെന്ന് അതീവ ആഗ്രഹമുണ്ടായി. എല്ലാ ചെറിയ കാര്യങ്ങളിലും സന്തോഷം തോന്നി തുടങ്ങി അതിനുശേഷമാണ്. ചെറിയ മഴ, വെയിൽ, നിലാവ് ഇവയൊക്കെ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആസ്വദിച്ചു. ഇത്തരം കൊച്ചു സന്തോഷങ്ങളിൽ നിന്നാണ് ഞാൻ 2ാം ജന്മത്തിലെ യാത്ര തുടങ്ങിയത് എന്നാണ് ബ്രിട്ടോ വളരെ വികാരഭരിതനായി ആ അഭിമുഖത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സഖാക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മരിച്ചവർ പിന്നീട് ജീവിക്കില്ലെന്ന് കരുതുന്നവരാണ് വിപ്ലവകാരികൾ. എന്നാൽ അവർ ജീവിക്കുക തന്നെ ചെയ്യും. അത് ജീവിച്ചിരിക്കുന്നവരുടെ പ്രവൃത്തികളുടെയും പോരാട്ടങ്ങളിലൂടെയുമാണ് എന്ന് മാത്രം. സഖാവ് ബ്രിട്ടോയെ അനശ്വരനാക്കുന്ന ഇന്നിൻ്റെ പോരാട്ടങ്ങളുടെ കനൽ വഴിയിലൂടെ നമുക്ക് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബ്രിട്ടോയുടെ കണ്ണുകളിൽ നക്ഷത്രങ്ങളെ നമുക്ക് സ്വന്തമാക്കണം. മുറിഞ്ഞുപോയ ആ വാക്കുകളിലെ തീയെ നമുക്ക് നെഞ്ചേറ്റണം. നിലച്ചുപോയ ആ നിശ്വാസത്തെ നമുക്ക് തീക്കാട്ടാക്കണം. പണ്ട് മോട്ടോർ സൈക്കിളിൽ ഒരു വിപ്ലവകാരി മനുഷ്യനെ തൊട്ടറിയാൻ യാത്ര ചെയ്തു. ഇതാ ഇവിടെ മറ്റൊരു വിപ്ലവകാരി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കർഷകനെ, തൊഴിലാളിയെ, ആദിവാസിയെ അടുത്തെറിയാൻ വേണ്ടി അലഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരാണ് സൈമൺ ബ്രിട്ടോ എന്നുള്ളത്. ഇന്ത്യയെ അറിഞ്ഞ ധീരനാം സഖാവിൻ്റെ അനുസ്മരണം വലിയ സമ്മേളനങ്ങളോ കോലാഹലങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും പ്രാദേശിക പത്രങ്ങളിലെ ഒരു ചെറിയ മൂലയിൽ ഒതുക്കേണ്ടത് അല്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കൽ എന്നുകൂടി എനിക്കിവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ധീരനായ സഖാവ് സൈമൺ ബ്രിട്ടോയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ റെഡ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.